കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ പുതുവർഷ കച്ചവടം കർഷകർക്ക് പ്രതീക്ഷയായി. ചാലിശ്ശേരിയിൽ പുതുവർഷ ദിനം വ്യാഴാഴ്ച പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകർ, വ്യാപാരികൾ എന്നിവർ 1500 ചാക്ക് അടയ്ക്ക വിൽപ്പനയ്ക്കായി എത്തിച്ചു. രാവിലെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. 1953 ആരംഭിച്ച അടയ്ക്ക കേന്ദ്രത്തിൽ ആദ്യമായി നടന്ന പുതുവർഷ ലേലത്തിൽ പുതിയ അടയ്ക്ക കിലോയ്ക്ക് 450 രൂപയും പഴയത് 475 രൂപ എന്നീ നിരക്കിൽ വിൽപ്പന നടന്നു. 97.500 കിലോ അടയ്ക്കയാണ് ലേലം നടന്നത്. ഉൽപ്പാദനം കുറഞ്ഞതോടെ പ്രാദേശിക അടയ്ക്കയുടെ ഡിമാൻഡ് നിലനിൽക്കുന്നത് കർഷകർക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. അടയ്ക്കയുടെ താരിഫ് മൂല്യം മെട്രിക് ടണ്ണിന് $7,679 നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇത് ഇറക്കുമതി നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. മലബാർ അടയ്ക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ നാണ്യവിളയ്ക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഇൻഡോർ, കാൺപൂർ, നാഗ്പൂർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ വൻ ഡിമാൻഡാണ് നിലവിലുള്ളത്. പുതുവർഷത്തിൽ വില വർദ്ധിക്കുന്നത് കർഷകർക്ക് പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് അടയ്ക്ക മാർക്കറ്റ് രക്ഷാധികാരി TK മാനൂതാണിയൻ, പ്രസിഡന്റ് ഷിജോയ് തോലത്ത് എന്നിവർ പറഞ്ഞു. പുതുവർഷ വ്യാപാരം എന്ന നിലയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചാലിശ്ശേരി പഴയ അടക്കമാണ്. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കർഷകരൊക്കെ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു മോശമില്ലാത്തൊരു വില, ഒരു നല്ലൊരു വില കർഷകർക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്വാളിറ്റി നന്നാവുന്നതിനനുസരിച്ച് പുതിയതൊക്കെ ഉണക്കാവുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഇനിയും കൂടാനാണ് സാധ്യത. നമ്മുടെ കേരളത്തിൻ്റെ സാധനങ്ങൾക്കൊക്കെ ഒരു ഡിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മുന്നോട്ട് പോകുന്തോറും ക്വാളിറ്റി നന്നായി വരും. അപ്പോൾ ക്വാളിറ്റി നന്നായി വരുന്നതിനനുസരിച്ച് ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഇനിയും കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. പുതുവത്സര കച്ചവടത്തിന് രക്ഷാധികാരി TK മാനൂതാണിയൻ, പ്രസിഡന്റ് ഷിജോയ് തോലത്ത്, സെക്രട്ടറി ബാബു കണ്ടരാമത്ത്, വൈസ് പ്രസിഡന്റ് സാലിഹ് കാണക്കോട്ടിൽ, ട്രഷറർ MM ഫൈസൽ, PU പ്രസാദ് എന്നിവർ കച്ചവടത്തിന് നേതൃത്വം നൽകി.